എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. വെളിപ്പാട് 3:5-6. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നാം ഏവരും ആയിരിക്കുന്നുവല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിന് വേണ്ടി യാതനയും കഷ്ടതയും സഹിക്കുകയും വിശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നവർക്ക് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നിരവധിയായി ലഭിക്കുന്നുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത സർദീസിലെ സഭയിലുള്ളവർക്ക് നൽകുന്ന വാഗ്ദാനമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് 3 കാര്യങ്ങൾ നൽകാം എന്നാണ് വാഗ്ദാനം. 1, അവരെ വെള്ള നിലയങ്കി ധരിപ്പിക്കും. നീതിമാന്മാർ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. വിശുദ്ധ മത്തായി 13-ാം അധ്യായം 43-ാം വാക്യം. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അവൻ വസ്ത്രം പോലെ പ്രകാശം ധരിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനം 104 നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ള നിലയങ്കി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം ഉത്സവത്തിൻ്റെ സന്തോഷം. നിന്റെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കട്ടെ. നിന്റെ തലയിൽ എണ്ണയില്ലാതെ പോവുകയും അരുത്. സഭാപ്രസംഗി 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ അത് നമുക്ക് വായിക്കാം. വിശ്വസ്തരായ വിശ്വാസികൾ വെണ്മയുള്ള വസ്ത്രം ധരിച്ച് കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കും എന്നുള്ളതാണ് സൂചന. വെള്ള നിലയങ്കിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഒരു കാര്യം, വെള്ളയുടുപ്പ് വിജയത്തിൻ്റെ അടയാളമാണ്. റോമാ സാമ്രാജ്യം വിജയം ആഘോഷിക്കുമ്പോൾ എല്ലാ പൗരന്മാരും വെള്ളവസ്ത്രം ധരിക്കുന്നു. വിജയികളായ വിശ്വാസവീരന്മാർക്ക് ദൈവം നൽകുന്ന പ്രതിഫലത്തിൻ്റെ പ്രതീകവും വെള്ളവസ്ത്രമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, വെണ്മ വിശുദ്ധിയെ കുറിക്കുന്നു. വിശുദ്ധന്മാർ വെള്ള നിലയങ്കി ധരിച്ച് തങ്ങളുടെ പ്രതിഫലം പ്രാപിക്കാനായി ദൈവസന്നിധിയിൽ ചെല്ലും. ദൈവത്തെ നേരിട്ട് ദർശിക്കുന്നതാണ് അവർക്കുള്ള പ്രതിഫലം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണ വേളയിൽ ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തെ ഒരു കാര്യം, വെള്ള നിലയങ്കി ഉയിർത്തെഴുന്നേറ്റ ശരീരത്തെ കുറിക്കുന്നു എന്ന് കരുതുന്നവരുണ്ട്. ഉയിർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ വിശുദ്ധന്മാർ പിന്നെ ഭൗതിക ശരീരമല്ല, പ്രകാശതുല്യമായ ആത്മിക ശരീരമാണ് ധരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെള്ളവസ്ത്രം നിർമ്മലത, നീതി, അമർത്യത എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രതിരൂപം മാത്രമല്ല, ഈ മർത്യ ശരീരത്തെ നീക്കം ചെയ്യുന്ന അമർത്യ ശരീരം തന്നെയാണ്. ഈനോക്കിൻ്റെ പുസ്തകം 62 15-16 വാക്യത്തിൽ ദൈവം നൽകുന്ന മഹത്വത്തിൻ്റെയും ജീവൻ്റെയും അങ്കിയെപ്പറ്റി പറയുന്നു. അത് ഒരിക്കലും പഴകിപ്പോവുകയോ അതിൻ്റെ മഹത്വം മങ്ങിപ്പോവുകയോ ഇല്ല. ദ്രവത്വം അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുന്ന അന്ത്യത്തിനു വേണ്ടി വിശുദ്ധ പൗലോസപ്പോസ്തലൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതായി കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ 53 മുതലുള്ള വാക്യങ്ങളിലും അത്
പൗലോസ് സൂചിപ്പിക്കുന്നു. 7-ാം സ്വർഗത്തിൽ വിശുദ്ധന്മാർ അവരുടെ ജഡവസ്ത്രങ്ങളെ ഉരിഞ്ഞു കളഞ്ഞ് മാലാഖമാരെ പോലെ സ്വർഗീയ വസ്ത്രങ്ങൾ ധരിക്കുമെന്ന് ബാരൂക്കിൻ്റെ പുസ്തകത്തിലും പറയുന്നു. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ ജയിച്ച വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന സമ്മാനമാണ്. യാഗപീഠത്തിന് കീഴിലുള്ള വിശുദ്ധാത്മാക്കളും, അത് വെളിപ്പാട് 6-ാം അധ്യായത്തിൽ, സ്വർഗത്തിലെ ദൂതഗണങ്ങൾ, വെള്ളക്കുതിരപ്പുറത്ത് ആരോഹണം ചെയ്ത് ജൈത്രയാത്ര നടത്തുന്ന ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ദൂതഗണങ്ങൾ, ഇവരെല്ലാം ശുഭ്ര വസ്ത്രധാരികളാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം നമ്മളത് വായിക്കുന്നു. തേജസ്കരണത്തിൻ്റെ അടയാളമാണ് ഈ വെണ്മ എന്ന് വേദപുസ്തകം പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉടുപ്പ് മലിനപ്പെടാതെ, അതായത് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവത്തോടുകൂടെ നടക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫല വാഗ്ദാനം വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ അർത്ഥങ്ങളിലും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഈ അർത്ഥവ്യാപ്തി എല്ലാം സൂചിപ്പിക്കുന്നത് ദൈവം തൻ്റെ വിശുദ്ധന്മാർക്ക് പുനരുത്ഥാനത്തിൽ നൽകുന്ന പ്രതിഫലത്തിൻ്റെ വർണ്ണിക്കാനാകാത്ത മഹത്വത്തെയാണ്. നമുക്ക് ഇത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊന്നും വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് തീർക്കാൻ കഴിയില്ല. അത്രമാത്രം അതുല്യമായ ശോഭയുള്ള തേജസ്കരണത്തിൻ്റെ അനുഭവം നൽകുന്ന ദൈവം. രണ്ടാമത് നൽകുന്നൊരു വാഗ്ദാനം അവരുടെ നാമം ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല എന്നതാണ്. ജീവപുസ്തകം എന്ന ആശയം വേദപുസ്തകത്തിൽ പല ഇടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് തൻ്റെ പേർ മായ്ച്ചു കളഞ്ഞാലും ജനത്തെ നശിപ്പിച്ച് കളയാതിരിക്കണമെന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-ഉം 33-ഉം വാക്യങ്ങളിൽ. ന്യായവിധി ദിവസത്തിൽ ജീവപുസ്തകത്തിൽ പേരുള്ളവൻ വിടുവിക്കപ്പെടും. ദാനിയേൽ 12:1 വായിക്കുന്നു. വിശുദ്ധ പൗലോസിൻ്റെ സഹപ്രവർത്തകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നത് ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവരെയും അഗ്നികൂപത്തിലേക്ക് തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകം തന്നെ 20-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ കാണുന്നു. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രം ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കും. വെളിപ്പാട് പുസ്തകം 21-27. അപ്പോൾ പ്രാചീന ലോകത്തിൽ രാജാക്കന്മാർ പ്രജകളെ സംബന്ധിച്ചുള്ള പുസ്തകം അല്ലെങ്കിൽ രജിസ്റ്റർ സൂക്ഷിക്കുക പതിവായിരുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നവരെ പൗരന്മാരുടെ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പൗരത്വം ലഭിക്കുക എന്നതാണ് അർത്ഥം. മറ്റ് രാജ്യങ്ങളിൽ പൗരത്വം ലഭിക്കാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം മലിനപ്പെടാത്ത ജീവിതത്തിന് ലഭിക്കുന്ന ഓഹരിയാണ്. മൂന്നാമത്തെ വാഗ്ദത്തം വിശ്വസ്ത സാക്ഷികൾക്ക് നൽകുന്നത് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും എന്നതാണ്. തൻ്റെ നാമം ഏറ്റുപറയുന്നവനെ പിതാവായ ദൈവത്തിൻ്റെയും ദൂതന്മാരുടെ മുൻപാകെ യേശു ക്രിസ്തുവും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപാകെ തന്നെ തള്ളിപ്പറയുന്ന ആരെയും തൻ്റെ പിതാവിൻ്റെ മുൻപാകെ താനും തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള വാഗ്ദാനമാണ് കർത്താവിനോട് കൂടെ നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഉടുപ്പ് മലിനപ്പെടാത്തവർക്ക് ലഭിക്കുന്നത്. വെള്ള നിലയങ്കി ധരിപ്പിക്കപ്പെടുക, ജീവന്റെ പുസ്തകത്തിൽ പേർ മായ്ച്ചു കളയാതെ നിലനിർത്തുക, പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും പേര് ഏറ്റുപറയുക. വളരെ ആഴമായ യുഗാന്ത്യ ദർശനം ഈ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നു. സർദീസിലെ സഭയിൽ കുറച്ച് പേരെങ്കിലും ഈ വാഗ്ദാനത്തിന് അവകാശികളായി തീരുന്നു എന്നത് ഒരു നല്ല സൂചനയാണ്. ഏത് മലിനതകളുടെ മധ്യത്തിലും
അഴിമതികളുടെ മധ്യത്തിലും സ്വജനപക്ഷപാതത്തിൻ്റെ മധ്യത്തിലും ദൈവവചനം ആദായമാർഗമായി മാത്രം കാണുന്നവരുടെ മധ്യത്തിലും ഒരു ചെറിയ വിഭാഗം ആളുകൾ ദൈവത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളയാതെ, ഉടുപ്പ് മലിനപ്പെടാതെ ജീവിക്കുന്നു എന്നത് തിരുശേഷിപ്പിൻ്റെ ചിത്രമാണ്. ഏത് ഭാഗത്താണ് നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനും പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. രാത്രിയിൽ നിദ്രയും വിശ്രമവും നൽകി അടിയങ്ങളെ സൂക്ഷിച്ചു. പ്രഭാതത്തിൽ ഉണർന്ന തിരുമുഖത്തേക്ക് നോക്കുന്നു. ഉടുപ്പ് മലിനപ്പെടാത്ത ജീവിതാനുഭവം അടിയങ്ങൾക്കും ലഭിക്കണമേ എന്നാഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവ മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും കളങ്കമില്ലാത്തവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ശുദ്ധമായ മനസ്സാക്ഷിയുടെ ഉടമകളായി തീർക്കാൻ ഞങ്ങളെയും ഒരുക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ഇടറിപ്പോകാത്ത മനസ്സും കാലുകളും ഞങ്ങൾക്ക് നൽകണമേ. ആവശ്യങ്ങൾ ദൈവം തമ്പുരാൻ അറിയുന്നത് കൊണ്ട് സ്തോത്രം. പോക്കിലും വരവിലും യാത്രകളിലും ഒക്കെ കൂടെ ഇരിക്കണം. സാക്ഷ്യമുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പുതുവർഷത്തിൻ്റെ നന്മകൾ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.